Hi all, welcome back to my channel. ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത് ചെയ്യാൻ പാടില്ലാത്ത 5 കാര്യങ്ങളെ പറ്റിയാണ്. അതായത് ഈ 5 കാര്യങ്ങൾ നമ്മൾ കുട്ടികളുടെ അടുത്ത് ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യാൻ പാടുള്ളതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റി നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സംസാരിക്കണം, ഇന്ന രീതിയിൽ കുട്ടികളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞു വെച്ചതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾ ഡെവലപ്മെന്റൽ ഏജിലുള്ള കുട്ടികളായിക്കോട്ടെ, അല്ലെങ്കിൽ കുട്ടികൾക്ക് സംസാരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുള്ള കുട്ടികളായിക്കോട്ടെ, പക്ഷേ ഈ 5 കാര്യങ്ങൾ അവരുടെ അടുത്ത് ചെയ്യാൻ വേണ്ടി പാടില്ല. അതറിയാൻ വേണ്ടി ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സ്പീച്ച് തെറാപ്പി ആൻഡ് ഓക്കുപേഷണൽ തെറാപ്പി സേവനങ്ങൾ ലഭ്യമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചാൽ മാത്രം മതിയാകും. സോ നിങ്ങൾ എന്നെ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ എൻ്റെ പേര് സുനൈന, ഞാനൊരു ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ആണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ കണ്ടുവരുന്നത്, പൊതുവെ പേരൻസും ഉണ്ടാക്കുന്ന മെയിൻ മിസ്റ്റേക്ക് ആണ്. എന്തെങ്കിലും ഒരു ടാർഗറ്റ് വേർഡ് അറ്റൈൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കുട്ടികളെ കൊണ്ട് എന്തെങ്കിലും പറയിക്കുകയാണെങ്കിൽ, പൂച്ച, സപ്പോസ് അതൊരു പൂച്ച എന്നുള്ള വേർഡാണെങ്കിൽ പൂച്ച എന്ന് പറയും. അങ്ങനെ നമ്മൾ ഒരുപാട് അവരെ ഫോഴ്സ് ചെയ്തിട്ട് പറയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, അതിപ്പം പറയാന്നുള്ള കാര്യത്തിൽ മാത്രമല്ല, സംസാരം എന്ന് പറഞ്ഞ കാര്യത്തിൽ മാത്രമല്ല, വേറെ എന്ത് ചെയ്യിക്കാനാണെങ്കിലൊക്കെയും ചൈൽഡ് സൈക്കോളജി ബേസ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ അവരെന്തിലേക്കാണ് നമ്മൾ കൂടുതൽ ഫോഴ്സ് ചെയ്യുന്നത്, അതിലേക്ക് അവരെ ഇൻട്രസ്റ്റ് കുറഞ്ഞു വരാനാണ് ചാൻസസ് കൂടുതൽ. അതുകൊണ്ട് തന്നെ നമ്പർ 1 ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുട്ടിയുടെ അടുത്ത് ഇന്നത് പറയും കണ്ടിന്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടോ പാടില്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ കുഞ്ഞിൻ്റെ അടുത്ത് സംസാരിക്കുന്നു, കുഞ്ഞിൻ്റെ ഐ കോണ്ടാക്റ്റോ അറ്റൻഷനും പക്ഷേ നമ്മളിലേക്കില്ല. അതായത് ഈ ഐ കോണ്ടാക്റ്റും അറ്റൻഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംസാരം ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമുള്ള ബേസിക് ആയിട്ടുള്ള പ്രീ ലിംഗ്വിസ്റ്റിക് സ്കിൽസിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ കോണ്ടാക്റ്റും അറ്റൻഷനും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പം ഐ കോണ്ടാക്റ്റും അറ്റൻഷനും ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ, അതായത് നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവരെ ശ്രദ്ധ പൂർണ്ണമായും നമ്മളിലേക്കായിരിക്കണം. അപ്പോൾ അങ്ങനെ അത്തരം ഐ കോണ്ടാക്ട് അറ്റൻഷനൊക്കെ കുറവുണ്ടെങ്കിൽ എത്രയും വേഗം ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം. മൂന്നാമത്തെ ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയ കാര്യമാണ് സ്ക്രീൻ ടൈം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്ക്രീൻ ടൈം 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് തീരെയും പാടില്ല. 2 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് ടൈം കൺട്രോൾഡ് ആയിട്ടും നമ്മൾ കൂടെ ഇരുന്നിട്ടൊക്കെയാണ് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനെപ്പറ്റി നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സ്ക്രീൻ ടൈമിനെ പറ്റിയിട്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സ്ക്രീൻ ടൈം എന്തുകൊണ്ട് കൊടുക്കാൻ പാടില്ല, അതും വെർച്വൽ ഓട്ടിസം എന്നതിനെ പറ്റിയുള്ള റിലേഷനും, എങ്ങനെയാണ് സ്ക്രീൻ ടൈം ചൈൽഡ് ബ്രെയിനിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒക്കെ നമ്മൾ മുന്നേ വീഡിയോ ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് അതൊന്നും ഇവിടെ പറയുന്നില്ല. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ നോ സ്ക്രീൻ ടൈം. ഇനി നാലാമത്തെ ഒരു കാര്യമാണ്, വളരെ റിജിഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ മുതിർന്ന ആൾക്കാരോട് സംസാരിക്കുന്ന രീതിയിൽ നമ്മൾ കുട്ടികളുടെ അടുത്ത് സംസാരിക്കാൻ പാടില്ല. ഇപ്പം കുട്ടികളുടെ ബ്രെയിന് വളരെ മെലോഡിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു നിങ്ങൾ കാർട്ടൂൺസിനോട് കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാകും, റൈംസിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാകും. എന്തുകൊണ്ടാണ്? കുട്ടികളുടെ ബ്രെയിന് കുറച്ചും കൂടി അങ്ങനെ ഈണത്തിൽ താളത്തിലൊക്കെ പറയുന്ന സംസാരത്തിനോട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോടാണ് കുട്ടികൾക്ക് കുറച്ചും കൂടിയും ഒരു ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കുട്ടികളുടെ അടുത്ത് സംസാരിക്കുമ്പം അതുപോലെ തന്നെ മദറീസ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതായത് ഷൂസിന് ചൂച്ച് പറഞ്ഞു കൊടുക്കുക, മിഠായിക്ക് മിഠായി ഇറ്റായി എന്നൊക്കെ നമ്മൾ തന്നെ അങ്ങനെ കുട്ടികളുടെ ഭാഷ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നതിനാണ് മദറീസ് എന്ന് പറയുന്നത്. അത്തരം മദറീസ് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. നമ്മൾ കുട്ടികളുടെ അടുത്ത് സാധാരണ രീതിയിൽ തന്നെയുള്ള വാക്കുകളും നോർമലായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെ ഉപയോഗിക്കുക. പക്ഷേ അത് പറയുന്ന രീതിയാണ് നമ്മൾ മാറ്റേണ്ടത്. നോക്ക്, ഒരു പൂച്ചയല്ലേ വരുന്നത്, അങ്ങനെ വേണം കുട്ടികളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇതാ നോക്കൂ ഒരു പൂച്ച വരുന്നു എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ കുറച്ച് ഈണത്തിലും താളത്തിലും സംസാരിക്കുമ്പോൾ കുറച്ചും കൂടിയും കുട്ടികളുടെ ബ്രെയിൻ അത് അക്സെപ്റ്റബിൾ ആയിരിക്കും. കുറച്ചും കൂടി ശ്രദ്ധ അവരെ ശ്രദ്ധ കുറച്ചും കൂടി നമ്മളെ സംസാരത്തിലേക്ക് കിട്ടും. അതിനെപ്പറ്റിയും നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ അതിൽ വരുന്നതാണ് നമ്മുടെ എക്സ്പ്രഷൻസ്. മുഖത്ത് ഒരുപാട് എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ട് വളരെ എന്താ പറയുക, വളരെ എക്സ്പ്രസീവായിട്ട് നമ്മൾ കുട്ടികളോട് സംസാരിക്കണം എന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ്. അത്രയും അവരുടെ ശ്രദ്ധ നമുക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റണം. ഒരു ഐ കോണ്ടാക്ട് നമ്മളെ മുഖത്തേക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഒരു എക്സ്പ്രഷൻസും നമ്മളെ ടോണും ഒക്കെ മാറ്റി സംസാരിച്ച് കഴിഞ്ഞാൽ അത്രയും ശ്രദ്ധ നമുക്ക് കുട്ടികളെ ഭാഗം. അഞ്ചാമത്തേതാണ് കുട്ടികളുടെ അടുത്ത് കളിക്കാതിരിക്കുക. മിക്ക ആൾക്കാർക്കും കുട്ടികളുടെ അടുത്ത് കളിക്കാനൊരു മടിയാണ്. എല്ലാവർക്കും ഒന്നും അങ്ങനെ കുട്ടികളുടെ അടുത്ത് കളിച്ച് എന്താ പറയുക ഇരിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ബട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടീനെ അടുത്തറിയണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയായിട്ടൊരു നല്ല ബോണ്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ
ഫീഡിങ് ടൈം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു ബോണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക നമ്മൾ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ കുട്ടികളുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? അവരുടെ കൂടെ കളിക്കുക എന്നാണ് അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം. അതിൻ്റെ അല്ലാണ്ട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടിയുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? മീനിങ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കുട്ടിയുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ച് സമയം നിങ്ങൾക്ക് മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ കൂടെ കളിച്ചേ പറ്റൂ. അത് നിങ്ങൾക്ക് ബിൽഡിംഗ് ബ്ലോക്സ്, അതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തോ ആയിക്കോട്ടെ, എന്തെടുത്തിട്ടാണെങ്കിലും നമ്മുടെ കുട്ടികളുടെ അടുത്ത് കളിക്കണം. കളിച്ചിട്ട് മാത്രമേ അവരുടെ അടുത്ത് നമുക്ക് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനും അതുവഴി നമുക്ക് ഒരുപാട് സ്കിൽസ് ഇമ്പ്രൂവ് ആക്കിയെടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പം നിർബന്ധമായും നമ്മൾ കുട്ടികളുടെ അടുത്ത് കളിക്കാൻ വേണ്ടിയിട്ടൊരു ടൈമും കൂടി മാറ്റി വെക്കണം. അത് മാറ്റി വെക്കാതിരിക്കരുത്. സോ ഈ ഒരു 5 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ സ്പീച്ച് തെറാപ്പി പ്ലാറ്റ്ഫോമിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മളിലേക്ക് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. സോ ബൈ ബൈ.